മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ചിത്രം മുഴുവനായും ഗ്രൂപ്പ് ചെയ്യുക. തയ്യാറാക്കിയ ചിത്രം ഹോമിലെ X10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന പേരിൽ SVG ഫയലായി സേവ് ചെയ്യുക. English medium. Create an image in Inkscape software as shown in the model. Group the entire image. Save the image as SVG file in the X10 folder in home with your register number _ question number as the file name. ആദ്യം നമുക്ക് ഈ ചതുരം വരയ്ക്കാം. ഇങ്ക്സ്കേപ്പ് തുറക്കുന്നു. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ചതുരം വരയ്ക്കുവാൻ വേണ്ടി ഇവിടെ റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ചതുരം വരയ്ക്കുന്നു. വരയ്ക്കുന്നതിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഇതിനെ ഏത് ഭാഗത്തേക്ക് നീക്കി വെക്കാവുന്നതാണ്. ഇനി ഇതിന് ചോദ്യത്തിൽ പറഞ്ഞ നിറം കൊടുക്കണം. ഏകദേശം അതുപോലത്തെ നിറം കൊടുക്കുക. നിറം ശരിയായി കഴിഞ്ഞു. അടുത്തത് ഈ ഒരു റൗണ്ട് വരയ്ക്കാം. പുറത്തിവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സെലക്ഷൻ കളയുന്നു. കറുപ്പ് നിറത്തിലാണ് റൗണ്ട് വരയ്ക്കേണ്ടത്, അതുകൊണ്ട് ഇവിടെ നിന്നും കറുപ്പ് സെലക്ട് ചെയ്തു. സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു റൗണ്ട് വരയ്ക്കുന്നു. സെൻറ്ററിലേക്ക് അലൈൻ ചെയ്ത് വെക്കുക. ഇനി റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ചതുരം വരയ്ക്കുന്നു. അതിനെ വേണ്ട ഭാഗത്തേക്ക് കൊണ്ടുചെന്നിട്ട് ക്രമീകരിച്ച് വെക്കുക. ഇനി ഇതുപോലെ പിടിയുടെ ഭാഗം വരയ്ക്കുക. അതിനുവേണ്ടി സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു വൃത്തം വരയ്ക്കുന്നു. ഇവിടെ സ്റ്റാർട്ടിലും എൻഡിലും വില 0 ഇവിടെ സ്റ്റാർട്ടിൽ 180 ആക്കിയാൽ നമുക്ക് ആവശ്യമായ തരത്തിലുള്ള അർത്ഥവൃത്തം കിട്ടും. 180 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. ഇനി ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റിന് വേറൊരു നിറം കൊടുക്കുന്നു. ഇനി സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഷിഫ്റ്റ് കീയിലും കൺട്രോൾ കീയിലും അമർത്തിക്കൊണ്ട് അതിനെ ലേശം ഒന്ന് ചെറുതാക്കുന്നു. ആരോ കീയിൽ അമർത്തിക്കൊണ്ട് അതിൻ്റെ സ്ഥാനം ക്രമീകരിക്കുന്നു. ഷേപ്പ് ഇവിടെ ഒന്നുകൂടി റെഡിയാക്കുന്നു. ഇനി ഈ രണ്ട് രൂപങ്ങളെ ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് രണ്ട് രൂപങ്ങളെയും സെലക്ട് ചെയ്തു. ഇനി ഇവിടെ പാത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡിഫറൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി പിടിയുടെ സ്ഥാനം ക്രമീകരിക്കുന്നു. ഇനി ചിത്രം മുഴുവനായും ഗ്രൂപ്പ് ചെയ്യണം. അതിന് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് എല്ലാ രൂപങ്ങളെയും ഒന്നിച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇനി ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നു. ക്യാൻവാസിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. ക്യാൻവാസിന് അനുയോജ്യമായ രീതിയിൽ അതിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നു. വലിപ്പം ക്രമീകരിച്ചു കഴിഞ്ഞു. ഇനി ഹോമിലെ X10 എന്ന ഫോൾഡറിൽ ഇത് SVG ഫയലായി സേവ് ചെയ്യണം. സേവ് ചെയ്യുവാൻ വേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. X10 ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഹോമിലെ X10 ഫോൾഡർ തുറന്നു നോക്കുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെയുണ്ട്.